ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാങ്ങാ കാലമൊക്കെയാണ്, മാമ്പഴമൊക്കെ ധാരാളമായി കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം. എല്ലാവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് മാമ്പഴ പുളിശ്ശേരി. റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ട് നമ്മളുടെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതാ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാമ്പഴം നമ്മൾ തയ്യാറാക്കുന്ന ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 മാങ്ങ വെച്ചിട്ടാണ് പുളിശ്ശേരി തയ്യാറാക്കുന്നത്. നല്ല പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾക്ക് ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ മാങ്ങയൊന്ന് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമായിരുന്നു ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാങ്ങയെല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ തേങ്ങ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ പുളിശ്ശേരിയുടെ തേങ്ങ അരപ്പ് നമ്മൾ നല്ല ജീരകവും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ തേങ്ങ അരപ്പ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി അരച്ച് ചേർക്കാം. ഞാനിവിടെ പച്ചമുളക് അരച്ച് ചേർക്കുന്നതിന് പകരം മുഴുവൻ പച്ചമുളകായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അരപ്പെല്ലാം ഒന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ തൈര് ഒന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത് അതിലെ കട്ടകളെല്ലാം ഒന്ന് മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളക്കാനായിട്ട് പാടില്ല. പിന്നീട് നമ്മൾക്ക് താളിപ്പും കൂടെ തയ്യാറാക്കിയാൽ മതി. നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് അല്പം ഉലുവ കൂടിയാണ്. പിന്നീട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയും അതേപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അല്പം മുളക് പൊടി കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പുളിശ്ശേരിക്ക് നല്ലൊരു കളറും ഒക്കെ കിട്ടും. അപ്പോൾ താളിപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാവുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സി യു ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഓക്കെ ഫ്രണ്ട്സ്, സി യു.